Welcome back to second part of healthy life weight loss video. ഇന്നത്തെ നമ്മുടെ വിഷയം എക്സസൈസ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യണം, കഴിവതും വെള്ളം കുടിക്കണം. ഹെൽത്തി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഒത്തിരി ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായതുകൊണ്ട് അതനുസരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് പിക്ക് ചെയ്യുക. കഴിയുന്നതും ഷുഗർ, മധുരം അവോയ്ഡ് ചെയ്യുക. നമ്മൾക്ക് വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും മധുരം ഒരു പരിധി വരെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. പിന്നെ എല്ലാവരും പറയാറുണ്ട്, ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ഒക്കെ പറയാറുണ്ട്, വെജിറ്റബിൾ, ഈറ്റ് ലോട്ട് ഓഫ് വെജിറ്റബിൾ, ഈറ്റ് ലോട്ട് ഓഫ് വെജിറ്റബിൾ എന്ന്. വെജിറ്റബിൾ കഴിക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അണ്ടർ ദ സോയിൽ, ഭൂമിക്കടിയിലുണ്ടാകുന്ന വെജിറ്റബിളിനകത്തെല്ലാം ഫിൽഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, കപ്പ, കിഴങ്ങ്, ഇവ സാധനങ്ങളിലെല്ലാം ധാരാളമായി കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. വെജിറ്റബിൾ കഴിക്കുമ്പോൾ മാക്സിമം ഭൂമിക്ക് മുകളിലുണ്ടാകുന്ന പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പയറുവർഗ്ഗങ്ങൾ, സ്പിനാച്ച്, പാവയ്ക്ക, ബീൻസ്, അതുപോലെ തന്നെ കോവയ്ക്ക, അങ്ങനെയുള്ളത് കൂടുതൽ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് എപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഉതകുന്നതാണ്. പല ബ്രേക്ക്ഫാസ്റ്റ് മെനുകൾ, ഓട്സിൻ്റെ മെനു, മുട്ടയുടെ മെനു ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ പല പല സ്മൂത്തികളും, അധികം മധുരമില്ലാത്ത സ്മൂത്തികൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി എക്സർസൈസിലോട്ട് വരാം. എക്സർസൈസ് എന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് 3 മുതൽ 5 മൈൽ വരെ ഒരു ദിവസം നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് വിത്ത് വെയിറ്റ് ഓർ വിത്തൗട്ട് വെയിറ്റ് നടക്കാം. അത്രയും, അതായത് ജോയിൻറ്റിന് പ്രോബ്ലം ഉള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവനവന് സാധിക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക. വാക്കിങ് വളരെ നല്ല എക്സസൈസാണ്. ഇനി നമ്മുടെ വീട്ടിൽ കൂടെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ബാക്ക് യാർഡിലോ മുറ്റത്തോ ഒക്കെ മാക്സിമം നടക്കുക. നടക്കുമ്പോൾ കാലിച്ചിരി പൊക്കി പൊക്കി വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് ഒരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു വരാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേച്ച് വരുമ്പോൾ നമ്മുടെ പോകേണ്ട സ്ഥലത്തിന് വെരി ക്ലോസ് ആയിട്ട് ഇത് പാർക്ക് ചെയ്യാതെ കുറച്ച് അകലെ പാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെല്ലേണ്ടടുത്തിട്ട് നടന്നു പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതെങ്കിലും, ചെറുതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയുന്നേ, അതുപോലെ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യണം നമ്മളെ. പിന്നെ സ്വിമ്മിങ്, നീന്തൽ വളരെ നല്ല എക്സസൈസാണ്. അതിപ്പം എല്ലാവർക്കും പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുന്ന അത്ര ആൾക്കാർ സ്വിമ്മ് ചെയ്യാൻ നോക്കുക. സ്വിമ്മിങ് നമ്മുടെ ഹോൾ ബോഡിക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസാണ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അത് ഞാൻ എൻ്റെ ഫാൾ പ്രിവെൻഷൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ ഷോൾഡർ ഇഷ്യൂ ഉള്ളവർക്ക്, മുട്ടിന് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ചെയ്യേണ്ട എക്സസൈസിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുക, കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുക, ഇങ്ങനെ പാറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതുകൊണ്ടൊന്നും ഒത്തിരി കാലറി ബേൺ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നല്ലൊരു ഹെൽത്തി സാലഡ് റെസിപ്പിയും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടേച്ച് അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും എൻ്റെ 3rd വീഡിയോ ഞാൻ ഇടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോ. ദിസ് ഈസ് അജി. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് അധികമാരും ചെയ്തിട്ടില്ലാത്ത ഒരു ഹെൽത്തി സാലഡാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ കാലമാണല്ലോ. അപ്പോൾ മാങ്ങയും അവക്കാഡോയും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാലഡ്. ഇത് വളരെ ഹെൽത്തിയാണ്. അതങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മാങ്ങ എടുത്തിരിക്കുന്നു. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അത് ചെത്തി അരിഞ്ഞ് എടുത്തിരിക്കുന്നു. ഒത്തിരി പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുത്. ഹാഫ് റൈപ്പ് മാങ്ങയാണ് ഏറ്റവും നല്ലത്. 1 അവക്കാഡോ, അതും ചെത്തി അരിഞ്ഞ്. ഇത് ഒത്തിരി പഴുത്തതല്ല, ഇതിങ്ങനെ ക്രഞ്ചി ആയിട്ട് കിടക്കുന്നത്. ഇനി ഈ കപ്പിന് 1 കപ്പ് ക്രാൻബെറി, ഡ്രൈ ക്രാൻബെറി. ക്രാൻബെറി ജ്യൂറ്റായി ഉണ്ടാകാതിരിക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 2 വെളുത്തുള്ളി ചതച്ചെടുത്ത്, ഫ്ലേവർ നല്ലോണം ഇറങ്ങാനായിട്ട്. പൊടി ചേർക്കുന്നത് കഴിഞ്ഞും നല്ലത് ചതച്ചെടുക്കുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ അത് കടിക്കും. ഇനി നല്ല എരിവുള്ള 2 പച്ചമുളക്, അത് ചെറുതായിട്ട് എരിഞ്ഞത് ഞാൻ ഇതിനോട് ചേർത്തു. ഒരു പകുതി സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിരിക്കുന്നു. ഇനി ഒരു കുറച്ച് മല്ലിയില. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ആവശ്യത്തിന് ഉപ്പ്. ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഒരു ഗ്ലൗസ് ചേർത്ത് ഇത് നല്ലപോലെ അതങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി മാങ്ങയ്ക്ക് പുളി പോരാ, അല്ലെങ്കിൽ ഇതിന് ഇച്ചിരി പുളി പോരാന്ന് തോന്നുന്നവർക്ക് ലിറ്റിൽ ബിറ്റ് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് പോരാ എന്ന് തോന്നുന്നവർക്ക് ബ്ലാക്ക് പെപ്പറോ ക്രഷ്ഡ് പെപ്പറോ ചേർക്കാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡ് നിങ്ങൾ ഉണ്ടാക്കി എന്നോട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. വെരി ഗുഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.